നമസ്കാരം. പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് ഞാൻ വന്നേക്കുന്നത് ഒരു ഓറഞ്ച് പൂക്കളുടെ ഫ്രെയിമിലാണ്. എന്നിട്ട് ഓറഞ്ച് സാരിയെ കൊടുത്തിട്ടാണ് വന്നേക്കണേ. കുറെ കുപ്പികളൊക്കെ ഇട്ടിട്ടുണ്ട്. അപ്പൊ ഇന്നത്തെ ദിവസത്തിന്റെ പ്രത്യേകത എന്താണെന്ന് അറിയാമോ? നമ്മളുടെ റീഡിങ് ചലഞ്ചിന്റെ 7th ഡേ ആണ്. ഈ 7th ഡേ എന്ന് പറയുമ്പോൾ ഞാനിങ്ങനെ ആലോചിക്കണേ, ഓരോ ദിവസവും ഇപ്പൊ പേഴ്സണൽ കാര്യങ്ങളൊക്കെ ആയിട്ട് പറയണമെങ്കിൽ വീഡിയോസ് അപ്പം തന്നെ 2000, 3000, 5000, 10000 ഒക്കെ പോകും കേട്ടോ. റീഡിങ് പറഞ്ഞിട്ട് ആൾക്കാർക്ക് ഭയങ്കര താല്പര്യക്കുറവാണ്. എങ്കിലും എനിക്ക് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു കാര്യം എന്താണെന്നറിയുമ്പോൾ, കുറേ ആൾക്കാർ വളരെ കമ്മിറ്റഡ് ആയിട്ട് വായന തുടങ്ങി. അവർ ഓരോ ദിവസവും ഈ ഒരു ചലഞ്ചിന്റെ ഭാഗമാവണു. അവരുടെ ജീവിതത്തിൽ ഭയങ്കര സന്തോഷമുണ്ടെന്നൊക്കെ പറഞ്ഞ് ഒത്തിരി മെസ്സേജ് വന്നു. അപ്പൊ എത്ര പേര് വീഡിയോ കാണുന്നു എന്നുള്ളതല്ല, എത്ര ആൾക്കാരുടെ ജീവിതത്തിൽ ഇമ്പാക്റ്റ് കൊണ്ടുവരാൻ എൻ്റെ വീഡിയോയ്ക്ക് പറ്റുന്നു എന്നുള്ളതാണ് ഞാൻ എന്നും മൂല്യം കൊടുക്കുന്നത്. കാരണം എത്ര 1 മില്യനോ 5 മില്യനോ അതൊക്കെ എൻ്റെ ആഗ്രഹമാണ്. എൻ്റെ എല്ലാ വീഡിയോസും അത്യാവശ്യം 2 മില്യൺ പോകണം, അത്രയും റീച്ചിൽ പോയിട്ട് അത്രയും മനുഷ്യരെ ഇമ്പാക്റ്റ് ചെയ്യണം എന്നുള്ളത് തന്നെയാണ് എൻ്റെ ആഗ്രഹം. പക്ഷെ എങ്കിൽ പോലും ഇന്നത്തെ ഈ ഒരു കാലത്തിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത എന്താണെന്നറിയാമോ? ആളുകൾക്ക് അറ്റൻഷൻ സ്പാൻ വളരെ കുറവാണ്. എല്ലാവർക്കും ഈ സ്ക്രോളിങ് അല്ലെങ്കിൽ ഗോസിപ്പ്, നെഗറ്റീവ് ന്യൂസ്, അങ്ങനെ ആവശ്യമില്ലാത്ത സ്ഥലത്തിലേക്ക് ഫോക്കസ് ചെയ്യാനാണ് നമ്മളുടെ ബ്രെയിനിനെ ഇപ്പം നമ്മൾ ശീലിപ്പിച്ച് വെച്ചേക്കണേ. അപ്പോൾ ആ ബ്രെയിനിനെ ഒന്ന് തിരിച്ചു കൊണ്ടുവരാനും നമ്മുടെ ജീവിതത്തിൻ്റെ പ്രാധാന്യമുള്ള കാര്യങ്ങളിലേക്ക് ഫോക്കസ് കൊണ്ടുവരാനും ആ ഒരു നിങ്ങളുമായിട്ട് കണക്ടിവിറ്റി കൊണ്ടുവരാനൊക്കെയാണ് ഞാൻ എൻ്റെ ചാനലിൽ ഏറ്റവും കൂടുതൽ നോക്കണേ. കാരണം മനുഷ്യർ രാവിലെ എണീക്കുന്നു, ഒത്തിരി കാര്യങ്ങൾ ചെയ്യുന്നു. പക്ഷെ പലർക്കും അറിയില്ല ഞാൻ എന്തിനാ ഇത് എണീക്കണേ, ഇന്ന് എന്താണ് എൻ്റെ ജീവിതത്തിൽ ഞാൻ ചെയ്യേണ്ടത്, ഞാൻ ആരാണ്, ഞാൻ ഈ ലോകത്തിൽ എന്തിനാണ് വന്നേക്കണത്, ഇങ്ങനെ ഒരു ചിന്ത പോലും ഇല്ലാതെ ഓരോ ദിവസവും ഇങ്ങനെ അധ്വാനിച്ചോണ്ടിരിക്കുകയാണ്. നമ്മുടെ ജീവിതത്തിൻ്റെ ലക്ഷ്യം പോലും പല ആൾക്കാരും കണ്ടുപിടിക്കണില്ല എന്നുള്ളത് എനിക്ക് തോന്നിയിട്ടുണ്ട്. കാര്യം എന്താ അറിയാമോ? ഞാനും ഇങ്ങനെ കുറേ ഓടിയിട്ടുള്ള ഒരാളാണ്. ആ ഓട്ടം നിർത്തി ഞാൻ എൻ്റെ ഉള്ളിലേക്ക് യാത്ര ചെയ്യാൻ തുടങ്ങിയപ്പോൾ ഇന്ന് ലൈഫിൽ ഞാൻ അനുഭവിക്കുന്ന സന്തോഷം, സമാധാനം, അല്ലെങ്കിൽ എൻ്റെ ജീവിതത്തിലുള്ള സമൃദ്ധി, ഇതൊക്കെ വളരെ വലുതാണ്. പണ്ടൊക്കെ ഇങ്ങനെ ഓരോ ആൾക്കാരുണ്ടാക്കുന്ന പ്രശ്നങ്ങൾ, അവരുടെ പ്രശ്നങ്ങൾ തീർക്കാൻ വേണ്ടിയിട്ടുള്ള യാത്ര ചെയ്യൽ, ഇതൊക്കെയായിരുന്നു എൻ്റെ ലൈഫിൽ ഏറ്റവും കൂടുതൽ സമയം കളഞ്ഞുകൊണ്ടിരുന്നത്. അപ്പം ഞാനിങ്ങനെ എപ്പോഴും ആലോചിക്കും, ഓരോ ഇങ്ങനെ ഒത്തിരി നെഗറ്റീവായിട്ടുള്ള ആൾക്കാർ വന്നിട്ട് പല പല പ്രശ്നങ്ങൾ എനിക്ക് തരുമായിരുന്നു. അപ്പം ഇങ്ങനെ ടോക്സിക് ആയിട്ടുള്ള ആൾക്കാരുടെ ഒരു ചുറ്റത്തിൽ നിന്നപ്പോൾ പലപ്പോഴും എനിക്ക് വേണ്ടിയിട്ട് സമയം കൊടുക്കാനോ എൻ്റെ ലൈഫിൻ്റെ ആ ഒരു പ്രയോറിറ്റിയിലേക്ക് ഫോക്കസ് ചെയ്യാനോ വർഷങ്ങൾ എനിക്ക് പറ്റുന്നുണ്ടായിരുന്നില്ല. പക്ഷെ ഒരു സമയത്ത് ഞാൻ ആ ഒരു സ്ഥലത്തുനിന്ന് നോ പറയാനും എൻ്റെ സമാധാനം വേറൊരാൾക്കും കൊടുക്കില്ല എന്നുള്ളൊരു ഡിസിഷൻ എടുക്കാനും ഞാൻ എൻ്റെ ഒരു ബ്രാൻഡ് അംബാസഡറായിട്ട് മാറാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ലൈഫ് പിന്നെ വെച്ചടി കയറ്റാണ്. എന്ത് ചെയ്താലും അതിൽ അത്രയും അഭിവൃദ്ധിയുണ്ട്, എനിക്കൊരു സന്തോഷമുണ്ട്. ഞാൻ എൻ്റെ ഓരോ ദിവസവും ഇരിക്കും തോറും എനിക്കൊരു സമാധാനവും ഒരു ചെയ്യണ പ്രവൃത്തിയിൽ ഭയങ്കര പ്രൗഡായിട്ടുള്ള ഒരു ഫീലിംഗും ഒക്കെ എവറി ഡേ ഉണ്ട്. ഓരോ ദിവസം എണീറ്റ് വരുമ്പോഴും നല്ല സന്തോഷമാണ്. കാര്യം എന്താണെന്നറിയാമോ? ഇന്നലത്തേക്കാൾ നന്നായിട്ട് ഇന്ന് ചെയ്യണം എന്ന അത്രയും വലിയൊരു തീരുമാനത്തിലാണ് ഞാൻ എണീറ്റ് വരിക. അപ്പം ഇന്നത്തെ ഒരു ചലഞ്ചിലേക്ക് പോണതിന് മുമ്പ് ഞാൻ എന്തുകൊണ്ട് ഇത് പറഞ്ഞതെന്നറിയാമോ? ഞാൻ നിങ്ങളെ ഒരു 7 ദിവസമെങ്കിലും വായിപ്പിക്കാൻ വേണ്ടിയിട്ട് അത്രയും മെനക്കെട്ട് എന്താ വെച്ച് കഴിഞ്ഞാൽ, വായനയാണ് എൻ്റെ ജീവിതത്തിൽ ഇത്രയും ചേഞ്ചസ് കൊണ്ടുവന്നത്. ഇന്ന് ഞാൻ ആലോചിച്ചാൽ, ഞാൻ ഈ ബിസിനസ്സുകൾ ഇങ്ങനെ ഒരു മാസം ഒരു 10 കോടിയൊക്കെ ബിസിനസ് ചെയ്യണ അവസ്ഥയൊക്കെ ഉണ്ടായിരുന്നു. ആ ബിസിനസ് ചെയ്യുമ്പോൾ പോലും പലപ്പോഴും ഉണ്ടല്ലോ ലോസ് എടുത്ത് വാങ്ങിയിട്ടുള്ള ഒരാളാണ്. അത്രയും ബിസിനസ് ചെയ്തിട്ട് പോലും നഷ്ടത്തിൽ ഞാൻ ബിസിനസ് ചെയ്തിട്ടുണ്ട്. എന്നിട്ട് ഞാൻ കൊണ്ടുപോയി ഇങ്ങനെ സ്ട്രഗിൾ ചെയ്തിട്ടുണ്ട്. എൻ്റെ സ്വർണ്ണമൊക്കെ കൊണ്ടുപോയി പണയം വെച്ച് ചെക്ക് പാസ്സാക്കി വിടാൻ, എംപ്ലോയീസിൻ്റെ സാലറി കൊടുക്കാനൊക്കെ ഞാൻ ഒത്തിരി വർഷം അങ്ങനെ കഠിനമായിട്ട് ഞാൻ എൻ്റെ കൂടെയുള്ളവരെ സപ്പോർട്ട് ചെയ്യാൻ വേണ്ടി വർക്ക് ചെയ്തിട്ടുണ്ട്. പക്ഷെ ഒരു സമയത്ത് ഞാൻ മനസ്സിലാക്കി, നമ്മൾ അൺനെസറി ആയിട്ട് ആൾക്കാരുടെ സപ്പോർട്ട് ചെയ്യുക എന്ന് പറയുന്നത് നമ്മുടെ ജോലിയല്ല. നമ്മുടെ ഫസ്റ്റ് പ്രയോറിറ്റി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾക്ക് വേണ്ടി നമ്മൾ ഉണ്ടാവുക എന്നുള്ളതാണ്. നമ്മൾക്കിപ്പോൾ ഒരു ഓർഗനൈസേഷൻ ആവാം, കമ്പനി ആവാം, എഗെയിൻ ഏതെങ്കിലും എനിത്തിങ്, എന്ത് കാര്യമാണെങ്കിലും ഫസ്റ്റ് പ്രയോറിറ്റി നമ്മൾക്ക് കൊടുക്കണം. ആ നമ്മളുടെ ഒരു സന്തോഷവും സമാധാനവും കണ്ടെത്താതെ നമ്മൾ എന്ത് ലോകം മുഴുവൻ കീഴടക്കാൻ പോയാലും നമ്മുടെ ലൈഫിൽ നമ്മൾക്ക് ഫീൽ ചെയ്യും. ഞങ്ങൾ ഈ ബൈബിളിലൊരു കോട്ടുണ്ട്, ശരിക്കും എന്താണ്, നമ്മളുടെ ലൈഫിൽ ശരിക്കും നമ്മളുടെ ഒരു ആത്മാവിനെ കണ്ടെത്താതെ നമ്മൾ എന്തുണ്ടാക്കിയിട്ടൊരു കാര്യമില്ലെന്ന്.
അപ്പൊ ജീവിതത്തിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ് എന്ന് അടിവരയിട്ട് പറയാൻ ഞാൻ ഇഷ്ടപ്പെടുവാണ്. കാരണം നമ്മൾക്ക് എന്താണോ പ്രാധാന്യമുള്ളത്, നമ്മുടെ ലൈഫിൽ എന്താണ് നമുക്ക് വേണ്ടത്, അതിലേക്ക് നമ്മൾ ചിന്തിച്ച് പ്രവർത്തിക്കാതെ നമ്മുടെ ജീവിതത്തിൽ ഒരിക്കൽ പോലും നമ്മുടെ ലൈഫിൽ നമുക്ക് രക്ഷപ്പെടാൻ പറ്റില്ല. അപ്പോൾ പല ആൾക്കാരും നമ്മുടെ ജീവിതത്തിൽ വരും. പല ആൾക്കാർക്കും ക്ഷമയില്ല. പല ആൾക്കാർക്കും ജനിച്ച് വളർന്നപ്പോഴുണ്ടായ കുറേ തിക്തമായിട്ടുള്ള അനുഭവങ്ങളുണ്ട്. അപ്പോൾ ആ തിക്തമായിട്ടുള്ള ഒരു ടോക്സിക് ആയിട്ടൊരു പങ്കാളിയാണ് നമ്മുടെ ലൈഫിലുള്ളതെങ്കിൽ അവരുടെ ചൈൽഡ്ഹുഡിലുള്ള പല മെമ്മറീസ് ഉണ്ടാവും. ആ മെമ്മറീസ് അവർക്ക് ആ ഉള്ളിൽ മുറിവായിട്ട് കിടക്കുന്നുണ്ട്. അവർ എന്ത് ചെയ്യും? ചിലപ്പോൾ അപ്പനും അമ്മയും തമ്മിൽ പൈസയുടെ കാര്യത്തിൽ തല്ലു പിടിക്കുന്ന ഒരു വീട്ടിൽ നിന്നാണ് ആ കൊച്ചു വളർന്നു വന്നേക്കണമെങ്കിൽ എന്തെങ്കിലും ഒരു പൈസയുടെ കാര്യം പറഞ്ഞാൽ ഇവർ ബോംബ് പൊട്ടിക്കും. അപ്പം നമ്മളെ സംബന്ധിച്ച് അയാളുടെ ബോംബ് കാണുമ്പോൾ നമ്മൾ കിടന്ന് വിഷമിച്ച് കരഞ്ഞ് അയ്യോ ഞാൻ എന്ത് ചെയ്തു, ഞാൻ ഒന്നും പറഞ്ഞില്ലല്ലോ, ഇയാൾ എന്ത് ഇങ്ങനെ പറയണമെന്ന് ആലോചിച്ചിട്ട് യാതൊരു കാര്യമില്ല. കാര്യം എന്താണ്? പല മനുഷ്യരുടെയും ഉള്ളിൽ അത് നമ്മളോടുള്ള കാര്യമല്ല എന്ന് ആദ്യം മനസ്സിലാക്കണം. നമ്മൾ എന്ത് മനസ്സിലാക്കണം? ഇത് അവരുടെ മുറിവിൽ നിന്നാണ് അവർ സംസാരിക്കുന്നത്. ഇതിന് നമ്മളുടെ ഹൃദയത്തിന് ഒന്നും ചെയ്യാനില്ല. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? നമ്മൾക്ക് അതിൻ്റെ അകത്ത് എന്തെങ്കിലും ചെയ്യാനുണ്ടോ എന്ന് നോക്കാം, ബൗണ്ടറി സെറ്റ് ചെയ്യാം. നമ്മൾ ചെയ്യേണ്ട കാര്യമാണ് എങ്കിൽ അതിലേക്ക് നമുക്ക് വർക്ക് ചെയ്യാം. അല്ലാതെ അവരുടെ കാര്യങ്ങൾക്ക് സൊല്യൂഷൻ കൊടുക്കാനാണ് നമ്മൾ പോകണമെങ്കിൽ നമ്മുടെ ജീവിതകാലം മുഴുവൻ നമ്മൾ അവിടെ കിടന്ന് ആ നെഗറ്റിവിറ്റി കിടന്ന് ആ ഒരു ലൂപ്പിൽ കിടന്ന് നമ്മുടെ ലൈഫ് പോവും. അപ്പം നമ്മളുടെ ലൈഫിൽ എപ്പോഴും നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം എന്ന് പറഞ്ഞാൽ പല മനുഷ്യരും അവരുടെ ജീവിതത്തിൽ നിന്ന് കൊണ്ടുവരുന്ന ഛർദി നമ്മുടെ ജീവിതത്തിൽ എടുക്കേണ്ട ആവശ്യമില്ല. പക്ഷെ നിങ്ങൾക്കിപ്പോൾ എൻ്റെ പ്രോഗ്രാമിൽ 1 year മെമ്പർഷിപ്പിലൊക്കെ വരുമ്പോൾ എങ്ങനെയാണ് റിലേഷൻഷിപ്പിനെ മാസ്റ്റർ ചെയ്യേണ്ടത്, എങ്ങനെ ഇമോഷൻസിനെ റെഗുലേറ്റ് ചെയ്യണം, ഇതെല്ലാം പഠിപ്പിക്കും. അപ്പോൾ ജീവിതത്തിൽ പല ആൾക്കാർക്കും ഒരു ക്ഷമയില്ലാത്ത ആൾക്കാരുടെ അടുത്ത് പോയി പെട്ടിട്ട് വേദനിച്ച് വിഷമിക്കണം ഒത്തിരി ആൾക്കാരെ, പുരുഷന്മാരെ സ്ത്രീകളെയും ഞാൻ കാണാറുണ്ട്. അപ്പോൾ അതുകൊണ്ട് ഞാൻ നിങ്ങളോട് പറഞ്ഞെന്താ വെച്ച് കഴിഞ്ഞാൽ നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, ഒരാളോട് മോശമായിട്ട് പെരുമാറുക എന്ന് പറയുന്നത് ആ പെരുമാറുന്ന ആളുടെ മാത്രം പ്രശ്നങ്ങളാണ്. അപ്പോൾ ആ പ്രശ്നങ്ങൾ നിങ്ങളുടെ ഉള്ളിലിട്ട് നിങ്ങളുടെ പ്രശ്നമാണ് എന്ന് കണ്ട് നിങ്ങളുടെ ആ ഒരു കോൺഫിഡൻസ് കളഞ്ഞ് നിങ്ങളുടെ സെൽഫ് എസ്റ്റീം കളഞ്ഞ് നിങ്ങൾ വേറൊരു വ്യക്തിയായി താഴ്ന്ന് ഭൂമിയോളം താഴ്ന്നു കൊടുത്താലും നിങ്ങളുടെ ജീവിതം രക്ഷപ്പെടുത്താൻ പറ്റില്ല. അപ്പം നിങ്ങൾ എന്താ ചെയ്യേണ്ടത്? നിങ്ങളുടെ റെസ്പോൺസിബിലിറ്റി എടുക്കുക. ഈ ഒരു ബുക്കിൽ നമ്മുടെ ക്ഷമയില്ലായ്മ മൂലം എത്ര ഹൃദയങ്ങൾ വേദനിച്ചിട്ടുണ്ടാവും എന്നുള്ളതാണ് ഇന്നത്തെ ചാപ്റ്റർ. ഞാൻ ഇങ്ങനെയാണ് തുടങ്ങുന്നത്. എൻ്റെ ജീവിതത്തിൽ ഏറ്റവും അധികം ഞാൻ വെറുക്കപ്പെടുന്ന ഒരു സ്വഭാവമാണ് ആളുകളോട് ദേഷ്യപ്പെടുന്നത്. എൻ്റെ ജീവിതത്തിൽ ഒരാളോട് അകാരണമായി മോശമായി പെരുമാറിയ സാഹചര്യം സൃഷ്ടിക്കാതിരിക്കാൻ ഞാൻ എന്നും ശ്രമിക്കാറുണ്ട്. അതായത് എൻ്റെ കോപം എന്ന വികാരത്തെ നിയന്ത്രിക്കാൻ എനിക്ക് സാധിക്കാറുണ്ട്. ഇത് ചിലപ്പോൾ നിങ്ങൾ ആശ്ചര്യപ്പെടുത്തിയേക്കാം, അല്ലേ? ഞാൻ വിശുദ്ധയായ ഒരു സ്ത്രീ എന്ന് നിങ്ങൾ ധരിക്കുന്നുവെങ്കിൽ തെറ്റി. എനിക്ക് ദേഷ്യവും കോപവും ഒക്കെ ഉണ്ടാവാറുണ്ട്. ഞാൻ അവയെ എന്നെ വേദനിപ്പിച്ച ആളുകൾക്ക് അതുപോലെ തിരിച്ചു കൊടുക്കാറില്ല. അപ്രകാരം ചെയ്യുന്നതിനെ നമ്മുടെ മേൽ ഛർദ്ദിച്ച ഒരാളുടെ ഛർദിയിലേക്ക് വീണ്ടും ഛർദ്ദിക്കുന്നതിന് തുല്യമായാണ് എനിക്ക് തോന്നുന്നത്. അപ്പോൾ ഞാൻ ഇതിനകത്ത് പറഞ്ഞേക്കണമെന്ന് വെച്ച് കഴിഞ്ഞാൽ എൻ്റെ ജീവിതയാത്രയിൽ എൻ്റെ പിതാവ്, എൻ്റെ പങ്കാളി തുടങ്ങിയ എൻ്റെ പ്രിയപ്പെട്ട ഒത്തിരി അധികം ആളുകളുടെ കോപാഗ്നിയിൽ ഞാൻ പലപ്പോഴും അകപ്പെട്ടിട്ടുണ്ട്. എങ്കിലും പുഞ്ചിരി എന്ന അമൃത് എൻ്റെ വജ്രായുധമായി എന്നും ഉപയോഗിച്ചിരുന്നാൽ എൻ്റെ ശത്രുക്കൾ പലപ്പോഴും നിഷ്പ്രയരാകുന്നത് ഞാൻ അനുഭവിച്ചിട്ടുണ്ട്. അതെ, പെട്ടെന്ന് കോപം ഉണ്ടാക്കുന്ന ഒരാളാണോ നിങ്ങൾ? തീർച്ചയായും ഒന്ന് മനസ്സിലാക്കൂ, ഈ വികാര വിസ്ഫോടനം കൊണ്ട് എന്ത് പ്രയോജനം നേടാനായി? നിങ്ങൾക്ക് കുറച്ചു പേർക്ക് നിങ്ങളോട് വെറുപ്പും പകയും വിദ്വേഷവും ഇഷ്ടക്കുറവും വളർത്താൻ മാത്രം സാധിച്ചുവല്ലേ? അപ്പം ഞാൻ നിങ്ങളോട് പറഞ്ഞതെന്താ വെച്ച് കഴിഞ്ഞാൽ, എന്തുകൊണ്ടാണ് ഞാൻ നിങ്ങളോട് ഈ ഒരു ചാപ്റ്റർ എഴുതാനായിട്ടുള്ള റീസൺ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, പല ക്ലയൻസും എൻ്റെ അടുത്ത് ഇങ്ങനെ വരുമ്പോഴേ ഒത്തിരി ഇവരുടെ ഇങ്ങനെ അമ്മായിയമ്മ മോശമായിട്ട് പെരുമാറിയത്, ഹസ്ബൻഡിൻ്റെ മോശമായിട്ട് പെരുമാറിയത്, പല ആളുകളുടെയും ബുദ്ധിമുട്ടുകൾ കൊണ്ട് ജീവിതം തന്നെ ഇങ്ങനെ വിഷമിച്ച് ജീവിക്കുന്ന ഒത്തിരി ആൾക്കാരെ കാണാറുണ്ട്. അപ്പം ഞാൻ എൻ്റെ ലൈഫിൽ ആലോചിച്ച് കഴിഞ്ഞാൽ ഇങ്ങനെയൊക്കെയുള്ള വളരെ ടോക്സിക് ആയിട്ടുള്ള ഒരു അവസ്ഥയിൽ പെട്ടിട്ട് പോലും എനിക്ക് എന്തുകൊണ്ട് ശക്തിയോടെ ഉയർത്തെണീക്കാൻ പറ്റിയെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ, അവരെ ആ ഒരു സാഹചര്യം എവിടെ നിന്ന് വരുന്നു എന്ന് മനസ്സിലാക്കാനും അവരെ അവരായിട്ട് കാണാനും അവരെ അക്സെപ്റ്റ് ചെയ്യാനും പഠിച്ചപ്പോൾ അതിൻ്റെ ഒരു ബൗണ്ടറി സെറ്റ് ചെയ്യാനും എങ്ങനെ അങ്ങനെയുള്ള സ്ഥലത്ത് എങ്ങനെ പെരുമാറണം എന്നുള്ള ആ ഒരു ബോധ്യത്തിൽ പെരുമാറാൻ ഞാൻ തുടങ്ങിയപ്പോൾ എൻ്റെ ലൈഫ് ബെറ്റർ ആയിട്ടുണ്ട്. അപ്പം ഇന്ന് ഞാൻ നിങ്ങളോട് പറയണത് എന്താ വെച്ച് കഴിഞ്ഞാൽ, നിങ്ങളുടെ ജീവിതത്തിൽ മനസ്സിലാക്കുക, നമ്മുടെയൊക്കെ ലൈഫിൽ ഏറ്റവും പ്രധാനപ്പെട്ട ആൾക്കാർ, പലപ്പോഴും ആൾക്കാർ ആലോചിക്കും
പണമുണ്ടായ എല്ലാത്തിൻ്റെയും എല്ലാം തീരും. പണമാണ് ഏറ്റവും പ്രധാനം. സത്യമായിട്ടും പണം ഭയങ്കര പ്രധാനമാണ്. പണം ഇല്ലെങ്കിൽ ഒരു പരിപാടി നടക്കില്ല കേട്ടോ. പക്ഷെ പണമാണ് എല്ലാം എന്ന് നിങ്ങൾ വിചാരിക്കരുത്. എത്ര കോടീശ്വരന്മാരുണ്ടെന്നറിയാമോ? ഒരു മനസമാധാനവും ഇല്ല, സന്തോഷമില്ല, നല്ല മനുഷ്യരും ഇല്ലാത്ത ആൾക്കാരുണ്ട്. അപ്പം ജീവിതത്തിൽ നമ്മൾ ഈ ലോകത്തിലേക്ക് വന്നെ എന്തിനാണെന്നറിയാമോ? നമ്മുടെ കൂടെയുള്ള നമ്മുടെ മക്കളാവാം, നമ്മുടെ കൂടെയുള്ള ജോലിക്കാരാവാം, നമ്മുടെ കൂടെയുള്ള ആൾക്കാരുമായിട്ട് നല്ല എക്സ്പീരിയൻസ് ഉണ്ടാക്കാൻ വേണ്ടി ഈ ലോകത്തിൽ നമ്മൾ വന്നത്. അപ്പോൾ പണം മാത്രമല്ല നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രധാനമായിട്ടുള്ള കാര്യം. നമ്മളുടെ ഇന്നർ വേൾഡിലുള്ള ആളുകൾക്ക് നമ്മൾ കൊടുക്കുന്നത് നല്ല മെമ്മറീസ് ആണോ എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ആ മെമ്മറീസ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുകയും അത് ഇൻറ്റൻഷനലി നമ്മൾ കൊടുക്കുകയും ചെയ്തില്ലെങ്കിലുള്ള പ്രശ്നം എന്താണെന്നറിയാമോ? നമ്മൾ മോശം എക്സ്പീരിയൻസ് കൊടുക്കുന്ന ഒരു സ്ഥലത്തും ഒരാളും നിൽക്കില്ല. അവരെന്ത് ചെയ്യും? അവർ നല്ല എക്സ്പീരിയൻസ് കിട്ടുന്ന സ്ഥലത്തേക്ക് ഓടി ഓടി പോയിക്കൊണ്ടിരിക്കും. നെഗറ്റീവായിട്ടുള്ള ആൾക്കാരെ ആർക്കും ഇഷ്ടമല്ല. നമ്മളാണെങ്കിലും അങ്ങനെയല്ലേ ചെയ്യുള്ളൂ. എവിടെയാണോ നമുക്ക് പെയിൻ ഉള്ളത് ആ സ്ഥലത്ത് നിന്ന് നമ്മൾ ഓടിപ്പോയിക്കൊണ്ടിരിക്കും. അപ്പം നിങ്ങൾ എപ്പോഴും മനസ്സിലാക്കുക, നിങ്ങളുടെ ജീവിതത്തിൽ രക്ഷപ്പെടണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങളുടെ ഏറ്റവും ഇന്നർ വേൾഡ് നിങ്ങൾ ഏറ്റവും നല്ല രീതിയിൽ കൊണ്ടുപോകണം. അല്ലാതെ കുറച്ച് പ്രശസ്തി ഉണ്ടാക്കി, കുറേ പണം ഉണ്ടാക്കി, അത് മാത്രമല്ല ജീവിതം. അല്ലെങ്കിൽ കുറേ റെക്കഗ്നേഷൻ കിട്ടി. ഇതിനേക്കാളും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്? നമ്മുടെ ജീവിതത്തിൽ നമ്മളെ മനസ്സിലാക്കുന്ന ഒരാൾ, നമ്മളെ ആത്മാർത്ഥമായിട്ട് നമ്മൾക്ക് വേണ്ടിയിട്ട് നിൽക്കുന്ന ഒരാൾ, ആ ഒരു സ്നേഹവും കരുതലും ഒരു ജീവിതത്തിന് ഒരു മൂല്യം നൽകുന്ന അനുഭവങ്ങൾ തരാനായിട്ട് നമുക്ക് ആരും ഇല്ലെങ്കിൽ ലൈഫ് വെറുതെ, ഒരു കാര്യമില്ല. എത്ര നിങ്ങൾ സമ്പത്തുണ്ടാക്കിയാലും എത്ര വലിയ പദവിയിൽ നിങ്ങൾ ഇരുന്നാലും നിങ്ങളുടെ അകത്തുണ്ടല്ലോ ഒരു സന്തോഷം നിങ്ങൾക്ക് ഉണ്ടാവില്ല. അപ്പം ഈ ഒരു പിന്നെ നിങ്ങൾക്ക് നിങ്ങളോടൊരു കണക്ടിവിറ്റി ഭയങ്കര ഇമ്പോർട്ടൻ്റ് കേട്ടോ. കാര്യം നമ്മൾക്ക് നമ്മളെന്താണ് എന്ന് ബോധ്യമില്ലാത്ത ആൾക്കാർക്ക് മാത്രമാണ് സത്യസന്ധമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ മറ്റുള്ളവരുടെ എക്സ്റ്റേണൽ വാലിഡേഷന് വേണ്ടി ഓടുള്ളൂ. ഇപ്പം എനിക്ക് എന്നെ അക്സെപ്റ്റ് ചെയ്യാനും എന്നെ ഞാനായിട്ട് കാണാനും പണം ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ഏറ്റവും വലിയൊരു ബ്രാൻഡ് അംബാസഡറാണ്. പദവി ഇല്ലെങ്കിലും ഞാൻ എൻ്റെ ബ്രാൻഡ് അംബാസഡറാണ്. ഒന്നും ഇല്ലെങ്കിലും ഞാൻ എനിക്കിഷ്ടമാണ്. അപ്പം ആ ഒരു അക്സെപ്റ്റൻസ് എനിക്ക് എന്നോടുള്ളത് കൊണ്ട് എൻ്റെ ജീവിതത്തിൽ വേറൊരാളില്ല എന്ന് പറഞ്ഞാൽ പോലും എനിക്ക് ജീവിക്കാൻ പറ്റും. കാരണം ഞാൻ എന്നെ അത്രയും ഇഷ്ടപ്പെടുന്നുണ്ട്. അപ്പം ഇത് നമ്മളെ സംബന്ധിച്ച് ഭയങ്കര ഇമ്പോർട്ടൻ്റ് ആണ്. അപ്പം നമ്മൾ നമ്മളെ ഇഷ്ടപ്പെടുകയും നമ്മളുടെ കാര്യങ്ങൾക്ക് പ്രാധാന്യം കൊടുക്കുകയും ഒപ്പം നമ്മളുടെ ജീവിതത്തിലുള്ള ഓരോ മനുഷ്യർക്കും ഏറ്റവും മികച്ച നല്ല എക്സ്പീരിയൻസ് കൊടുക്കുകയും ചെയ്യുമ്പോഴാണ് ആ കൂടുമ്പോൾ ഇമ്പമുള്ള ഒരു ജീവിതം നമ്മൾക്ക് ജീവിക്കാൻ പറ്റുന്നത്, നമ്മുടെ കൂടെയുള്ളവർക്ക് കൊടുക്കാനും പറ്റുന്നത്. അപ്പം ഇതാണ് ജീവിതത്തിൻ്റെ ഏറ്റവും വലിയ പ്രാധാന്യം എന്നാണ് എൻ്റെ ഒരു എക്സ്പീരിയൻസ്. കാരണം ഞാൻ ഈ പല സമയത്തും എൻ്റെ ഒരു ലൈഫിൽ ഏറ്റവും കൂടുതൽ പ്രയോറിറ്റി ഞാൻ കൊടുക്കുന്നത് എൻ്റെ ഫാമിലിക്കും എൻ്റെ കൂടെയുള്ളവർക്കും തന്നെയാണ്. ഏതൊരാൾ എൻ്റെ മുറിയിലേക്ക് വന്നാലും അവരെ ഏറ്റവും ബെറ്ററായിട്ട് സെർവ് ചെയ്യാൻ, അവരെ കേൾക്കാൻ, അവരായിട്ട് കാണാൻ എനിക്ക് പറ്റണ ലെവലിൽ സപ്പോർട്ട് ചെയ്യാൻ ഞാൻ നോക്കാറുണ്ട്. അപ്പം ഈ ഒരു കാര്യം ചെയ്യുന്നത് കൊണ്ട് തന്നെ എവിടെ പോയാലും എനിക്ക് അത്രയധികം പ്രാധാന്യം മനുഷ്യരുടെ ഇടയിൽ കിട്ടാറുണ്ട്. ഞാൻ സന്തോഷിക്കാറുമുണ്ട്. കാര്യം എന്താണെന്നറിയാമോ? നമ്മൾ നമ്മുടെ ജീവിതത്തിൽ നമ്മൾക്ക് പ്രാധാന്യം കൊടുക്കുകയും നമ്മളുടെ എനർജിയും നമ്മളുടെ സമയവും നമ്മളുടെ പണവും പ്രൊട്ടക്റ്റ് ചെയ്യുകയും ചെയ്ത് നമ്മുടെ ആരോഗ്യം പ്രൊട്ടക്റ്റ് ചെയ്യണമെങ്കിൽ ലൈഫിൽ സത്യസന്ധമായിട്ട് പറഞ്ഞാൽ നമുക്ക് വേറെ ആൾക്കാരുടെ പുറകെ നടക്കേണ്ടി വരില്ല. അത് നിങ്ങൾ മനസ്സിലാക്കുക. നിങ്ങൾക്ക് നല്ല രീതിയിൽ സ്ട്രക്ചേർഡായിട്ട് നിങ്ങൾക്ക് ലൈഫ് പഠിക്കണം എന്നുണ്ടെങ്കിൽ നമ്മളുടെ അക്കാഡമിയിലേക്ക് വരിക, 1 ഇയർ മെമ്പർഷിപ്പിൽ ജോയിൻ ചെയ്യുക. അപ്പോൾ ഈ 1 ഇയർ മെമ്പർഷിപ്പിൽ വരുമ്പോൾ 365 ദിവസം നിങ്ങൾക്ക് ഇങ്ങനെ ഇമോഷണൽ ഇൻ്റലിജൻസ്, മാനിഫെസ്റ്റേഷൻ, എങ്ങനെ നിങ്ങളുടെ കരിയറിൽ ഗ്രോത്ത് ഉണ്ടാക്കാം, എങ്ങനെ റിലേഷൻഷിപ്പിൽ ഗ്രോത്ത് ഉണ്ടാക്കാം, പല പല കാര്യങ്ങൾ ഞാൻ പറഞ്ഞുതരാം. മണി എങ്ങനെ നിങ്ങൾക്ക് അട്രാക്റ്റ് ചെയ്യാം, ഇങ്ങനെ പല പല കാര്യങ്ങൾ. പലപ്പോഴും മനുഷ്യരെല്ലാവരും ആലോചിക്കുകയും എന്നോട് ചില ആൾക്കാരൊക്കെ ഇപ്പോൾ എൻ്റെ ക്ലാസ്സിൽ വന്ന ദീപയുണ്ട്. ദീപ ശരിക്കും ഈ മാനിഫെസ്റ്റ് യുവർ ഡ്രീം ലൈഫ് എന്ന് പറയുന്ന ക്ലാസ്സിലേക്ക് വരുന്നത് ഒരു 6-7 മാസം മുമ്പാണ്. അപ്പോൾ വരാനായിട്ട് ഒരു 3333 രൂപയാണ് എൻ്റെ 1 മന്ത് ക്ലാസ്സിൻ്റെ ഫീസ്. അപ്പോൾ ദീപ ഈ ഒരു ഫീസ് അടച്ചു. ദീപ വരാൻ കാരണം ദീപയ്ക്ക് കുറച്ച് പ്രശ്നങ്ങളുണ്ടായിരുന്നു. റിലേഷൻഷിപ്പ് പ്രശ്നമുണ്ട്. ദീപയുടെ പാർലറിൽ അത്ര നന്നായിട്ട് ബിസിനസ് നടക്കണില്ല. എവിടെ തൊട്ടാലും കുറേ പ്രശ്നങ്ങൾ. അപ്പോൾ ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് എൻ്റെ ഒരു വീഡിയോ കണ്ടിട്ട് ദീപ എൻ്റെ ക്ലാസ്സിന് വേണ്ടി പൈസ അടയ്ക്കുന്നത്. പൈസ അടച്ചു.
ആ പൈസ പോയത് വേറെ അക്കൗണ്ടിലാണ്. അപ്പോൾ ഈ അക്കൗണ്ടിൽ പോയി കഴിഞ്ഞപ്പോൾ ദീപ വൈകുന്നേരമായിട്ടും ക്ലാസ്സിൽ അഡ്മിഷന് കിട്ടണില്ല. അപ്പോഴാണ് ദീപ നമ്മുടെ അഡ്മിൻ നമ്പറിൽ വന്നിങ്ങനെ മെസ്സേജ് ചെയ്തു, മാഡം ഞാൻ കാശൊക്കെ ഇട്ടു, പക്ഷെ നിങ്ങൾ എന്താ എൻ്റെ ഗ്രൂപ്പിൽ ചേർക്കാത്തത്? അപ്പം നമ്മൾ ഈ പൈസ നോക്കിയപ്പോൾ നമ്മുടെ അക്കൗണ്ടിലല്ല, ഒരു ഡിജിറ്റ് മാറി വേറെ അക്കൗണ്ടിലായി പൈസ പോയിക്കണേ. അപ്പം നമ്മൾ വേഗം തന്നെ പറഞ്ഞു നമ്മുടെ അക്കൗണ്ടിൽ കാശ് കിട്ടിയിട്ടില്ല. അപ്പോൾ ദീപ പറഞ്ഞു, പക്ഷേ അടുത്ത പൈസ അടയ്ക്കണമെങ്കിൽ എനിക്ക് ഇന്ന് എൻ്റെ കാശില്ല, ഞാൻ നാളെ എങ്ങനെയെങ്കിലും കടം മേടിച്ച് ആണെങ്കിലും ഞാൻ അടച്ചേക്കാം. അപ്പോൾ ഈ പൈസ പോയി. അപ്പോൾ ഇനി അത് അയാളെ വിളിക്കാൻ പറഞ്ഞിട്ട് നമ്മളുടെ അഡ്മിൻ നമ്പറിൽ നിന്നും വിളിച്ചിട്ട് പറഞ്ഞു, എൻ്റെ മോളും വിളിച്ചിട്ട് അയാളോട് പറഞ്ഞു, നിങ്ങൾക്ക് ഈ പൈസ കിട്ടിയത് ഞങ്ങളുടെ പൈസയാണ്, ഇതൊരു പാവം ഞങ്ങളുടെ ഒരു നല്ലൊരു കസ്റ്റമറിൻ്റെ ആണ്, ഈ ക്യാഷ് തിരിച്ച് അവരുടെ അക്കൗണ്ടിലേക്ക് ഇട്ട് കൊടുക്കണം എന്ന് പറഞ്ഞിട്ട് അവരെ 2 ദിവസം പുഷ് ചെയ്തു. എന്നാലും അയാൾ കുറേ മസിൽ പിടിച്ചു. അയാൾ പറഞ്ഞു, എൻ്റെ അക്കൗണ്ടിൽ അങ്ങനെ വന്നിട്ടില്ല, എനിക്കങ്ങനെ തരാൻ സൗകര്യമില്ല എന്നൊക്കെ ഉള്ള ലെവലിൽ പറഞ്ഞു. അപ്പം നമ്മൾ ഈ മാനിഫെസ്റ്റേഷൻ പഠിപ്പിക്കുന്ന ആൾക്കാരായതുകൊണ്ട് നമ്മൾ അതിന് എനർജി കൊടുക്കാതെ നമ്മൾ മാനിഫെസ്റ്റേഷൻ ടെക്നിക്കൊക്കെ യൂസ് ചെയ്തു. പിറ്റേ ദിവസം തന്നെ വീണ്ടും അടുത്ത ക്യാഷൊക്കെ ഇട്ട് ദീപ നമ്മളുടെ ക്ലാസ്സിലേക്ക് വന്ന് ജോയിൻ ചെയ്തു. അപ്പം ജോയിൻ ചെയ്ത് ഒരു 7 ദിവസം കഴിഞ്ഞപ്പോൾ ദീപയുടെ അയാൾ ആ പൈസ ഇട്ട് കൊടുത്തു. ഇന്നലെ ദീപയുടെ ഒരു സക്സസ് സ്റ്റോറി ഉണ്ടായിരുന്നു. ഇന്നലെ ദീപയുടെ സക്സസ് സ്റ്റോറി എന്ന് വെച്ച് കഴിഞ്ഞാൽ, ദീപ പറയുമായിരുന്നു, ദീപയ്ക്ക് ഇപ്പം എൻ്റെ സിൽവർ മെമ്പർഷിപ്പിൽ 1 ഇയർ മെമ്പർഷിപ്പിലാണ് ദീപ നിൽക്കണേ. 365 ദിവസം എൻ്റെ കൂടെ ക്ലാസ്സിലുണ്ട്. അപ്പോൾ ദീപ പറയുമായിരുന്നു, ഈ ക്ലാസ്സിൽ വന്നിട്ട് റിലേഷൻഷിപ്പ് ബെറ്ററായി. ഇപ്പം ജോലിക്ക് ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ആൾക്കാരെ കിട്ടാത്ത പാർലറിൽ ഇഷ്ടംപോലെ നല്ല ജോലിക്കാർ, ഇഷ്ടംപോലെ ബിസിനസ് ചെയ്യാൻ, ബ്രൈഡലും ഇങ്ങനെ എല്ലാ പണിയും ഇഷ്ടംപോലെ ഉണ്ട്. എഗെയിൻ എന്താണ്, എവിടെ ചെന്നാലും ഞാനിപ്പോൾ അസോസിയേഷൻ്റെ പ്രസിഡന്റ്, എല്ലായിടത്തും ഞാൻ എവിടെ ചെന്നാലും ഉണ്ടല്ലോ അവിടെയൊക്കെ എന്നെ ആൾക്കാർ ആ ഒരു അത്രയും എനിക്ക് വെൽക്കമിങ് ആണ്. എൻ്റെ മാം, ഞാൻ ഈ ക്ലാസ്സിൽ വന്നിരുന്നു, ഹസ്ബൻഡുമായിട്ട് റിലേഷൻഷിപ്പ് ബെറ്ററായി, എൻ്റെ മണിയുടെ ഏരിയ ഏറ്റവും ബെറ്ററായി, എൻ്റെ ജീവിതം എന്ന് പറയുന്നത് ഞാൻ ആഗ്രഹിച്ച ജീവിതം ഞാൻ ഈ ഒരു ചെറിയൊരു പീരീഡ് കൊണ്ട് എനിക്കെന്നെ അറിയില്ല, എനിക്കെന്നെ അത്ഭുതമാണ് ഇത്രയും വ്യത്യാസം എൻ്റെ ലൈഫിൽ വന്നു. അപ്പം നിങ്ങളോട് ഞാൻ പറയണമെന്ന് വെച്ച് കഴിഞ്ഞാൽ, പല മനുഷ്യരും അവരവരുടെ ലൈഫിൽ വിചാരിക്കുന്നത് എന്താണെന്നറിയാമോ, ചില ആൾക്കാർക്ക് മാത്രം ഭാഗ്യമുണ്ട്, എനിക്ക് ഭയങ്കര നിർഭാഗ്യമെന്നാണ്. ഞാൻ നിങ്ങളോട് പറയുന്നത്, ഇത് ഒരാളുടെയും ഭാഗ്യത്തിൻ്റെ നിർഭാഗ്യത്തിൻ്റെയോ കണക്കല്ല. നമ്മുടെ ജീവിതത്തിൽ എന്തെങ്കിലും മാറ്റം വരുത്തണമെങ്കിൽ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിലാണ് മാറ്റം വരുത്തേണ്ടത്. നമ്മളിങ്ങനെ ബോധത്തോടെ പലപ്പോഴും നമ്മൾ പറയുന്ന വാക്കുകളുണ്ട്. എന്താ നമ്മൾ പറയുക, ഞാൻ ഒന്നിനും കൊള്ളൂല, എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയി, എൻ്റെ ലൈഫ് മൊത്തം പ്രശ്നമാണ്. നമ്മളിങ്ങനെ പ്രശ്നങ്ങളുടെ ഒരു കണക്കെടുപ്പാണ് എല്ലാ ദിവസവും നടത്തണേ. ഈ കണക്കെടുപ്പ് നമ്മളിങ്ങനെ എടുത്ത് നെഗറ്റീവായിട്ടുള്ള കാര്യങ്ങൾ പറഞ്ഞ് നമ്മുടെ സബ് കോൺഷ്യസ് മെമ്മറിയിൽ മൊത്തം പോയി കിടക്കണ എന്താണെന്നറിയാമോ, ഒത്തിരി പഴയ അനുഭവങ്ങളാണ്. ഈ അനുഭവങ്ങളിൽ നിന്നാണ് നമ്മൾ ഡിസിഷൻസ് എടുക്കുന്നത്. ആ ഒറ്റ റീസൺ കൊണ്ട് നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്താലും എത്ര പണിയെടുത്താലും നിങ്ങളുടെ ജീവിതത്തിൽ റിയാലിറ്റിയിൽ നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് കൊണ്ടുവരാൻ പറ്റില്ല. അത് കൊണ്ടുവരണമെങ്കിൽ എന്ത് ചെയ്യണം, നിങ്ങളുടെ സോഫ്റ്റ്വെയർ മാറ്റണം, പ്രോഗ്രാമിംഗ് പുതിയതാക്കണം. അപ്പം നമ്മുടെ ക്ലാസ്സുകളിൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ ചെയ്യണത് എല്ലാ ദിവസവും മെഡിറ്റേഷൻ, എല്ലാ ദിവസവും നിങ്ങൾക്ക് വേണ്ടി കസ്റ്റമൈസ്ഡ് ആയിട്ട് അഫർമേഷൻ പ്രാക്ടീസ്, എവറി ഡേ നിങ്ങളുടെ സബ് കോൺഷ്യസ് മൈൻഡിനെ റീപ്രോഗ്രാം ചെയ്യാനായിട്ടുള്ള ഒത്തിരി പ്രാക്ടീസുകളും ടൂളുകളുമാണ് എൻ്റെ കൂടെ നിങ്ങളെയും പ്രാക്ടീസ് ചെയ്യണേ. 30 ദിവസം നിങ്ങൾ എൻ്റെ കൂടെ നിൽക്കുമ്പോൾ തന്നെ നിങ്ങളുടെ ലൈഫിൽ ഉറപ്പായിട്ടും നിങ്ങളുടെ ജീവിതത്തിലുള്ള പല പ്രശ്നങ്ങളും മാറി നിങ്ങളൊരു ഫ്ലോ സ്റ്റേറ്റിലേക്ക് വന്നതും, നിങ്ങൾ കാണാത്ത അത്രയും ഐശ്വര്യവും സമൃദ്ധിയും അഭിവൃദ്ധിയും ഓപ്പർച്യൂണിറ്റീസും സമാധാനവും സന്തോഷവും ഒക്കെ ഫ്രീ ഫ്ലോ ചെയ്യണത് നിങ്ങൾക്ക് ഫീൽ ചെയ്യാൻ പറ്റും. അപ്പം നമ്മളുടെ മാനിഫെസ്റ്റ് യുവർ ഡ്രീം ലൈഫ് എന്ന് പറഞ്ഞ ക്ലാസ് ആരംഭിക്കുന്നത് ജൂലൈ ബാച്ചിൻ്റെ അഡ്മിഷൻ തുടങ്ങിയിട്ടുണ്ട്. അപ്പോൾ ഇപ്പോൾ ഇതിൽ കാണുന്ന നമ്പറിൽ വിളിച്ചിട്ട് പെട്ടെന്ന് തന്നെ നിങ്ങൾ ജോയിൻ ചെയ്യുക. കാരണം ഈ ഒരു ക്ലാസ്സുകളിൽ വന്നേക്കുന്ന ഏതൊരാളുടെ ലൈഫും അത്രയും ചേഞ്ചസ് വന്നിട്ടുണ്ട്. നിങ്ങൾ പോയി റിസർച്ച് ചെയ്തു, 1 മാസം വന്ന് പങ്കെടുത്ത് നോക്ക്. നിങ്ങൾക്ക് 1 മന്തിൽ വന്ന ആ മാറ്റം ഉണ്ടോ ഇല്ലെന്ന് നിങ്ങൾ തന്നെ എക്സ്പീരിയൻസ് ചെയ്യുക. കാര്യം എന്താ, നിങ്ങൾ എത്ര ഹാർഡ് വർക്ക് ചെയ്യണു, എത്ര പൈസ നിങ്ങൾ കൊണ്ടേ കൊടുക്കണു, പല കാര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ ഇതും കൂടി നിങ്ങളൊന്ന് ചെയ്ത് നോക്കുക. ചെയ്ത് നോക്കിയിട്ട് നിങ്ങളുടെ ജീവിതത്തിൽ എത്ര ചേഞ്ചസ് ഉണ്ടെന്ന് നിങ്ങൾ തന്നെ വന്ന് പറയുക. കാരണം ലൈഫ് മാറണമെങ്കിൽ നമ്മൾ അകത്ത് മാറ്റം വരുത്തണം. ഈ അകത്ത് മാറ്റം വരുത്തിയാൽ മാത്രമേ പുറത്തെ കാര്യങ്ങൾ മാറുള്ളൂ. കാരണം ഞാൻ എന്താ ഇത്ര ഉറപ്പായിട്ട് പറയണമെന്നറിയാമോ, നിങ്ങൾ പറയുന്ന എല്ലാ സൗഭാഗ്യങ്ങളിൽ നിന്നും ഞാൻ താഴെ പോയിട്ടുണ്ട്. എൻ്റെ അകത്തെ പ്രോഗ്രാമിങ് അത്ര നെഗറ്റീവായിരുന്നപ്പോൾ അതിൽ നിന്ന് ഞാൻ എൻ്റെ ആ പ്രോഗ്രാമിങ്ങിനെ മാറ്റി ഒരു പുതിയ പ്രോഗ്രാം ഇട്ടതിന് ശേഷം എൻ്റെ ലൈഫ് ഒരിക്കൽ പോലും പഴയ പോലെ ആയിട്ടില്ല. അത്രയും പോസിറ്റീവ് ഓട്ടോമേഷനുള്ള ആളായിട്ട് ഞാൻ ഓരോ ദിവസവും
ഓരോ ദിവസവും ഇന്നലത്തെ ഷീജയിൽ ഇന്നത്തെ ഷീജ അത്രയും ബെറ്റർ ആയിട്ടാണ് പോണേ. പിന്നെ ഒരിക്കലും എനിക്ക് തിരിഞ്ഞു നോക്കേണ്ടി വന്നിട്ടില്ല. അപ്പം നിങ്ങൾക്കും അങ്ങനെ ലൈഫ് മാറണം എന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ടും നമ്മുടെ പ്രോഗ്രാംസിലേക്ക് വരിക. ക്ലാസ്സുകളിൽ വരുമ്പോൾ ഞാൻ നിങ്ങളെ പഠിപ്പിക്കാം എങ്ങനെ നിങ്ങളുടെ ജീവിതത്തെ ചേഞ്ച് ചെയ്യാം, എങ്ങനെ നിങ്ങളുടെ ലൈഫ്, നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് എഫേർട്ട്ലെസ് ആയിട്ട് നിങ്ങൾക്ക് നിങ്ങളുടെ ലൈഫിൽ തന്നെ ആ റിയാലിറ്റി ആക്കാം എന്നുള്ളത് ഞാൻ പറഞ്ഞുതരാം. കാരണം എൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ, എൻ്റെ ഇത്ര അധികം സ്റ്റുഡൻസിൻ്റെ ജീവിതത്തിൽ മാറ്റം വരുത്തിയ ആ സീക്രട്ടുകളൊക്കെ ഞങ്ങളുടെ എല്ലാവരുടെയും കൂടെ ഇരുന്നിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് ചെയ്യാനാണ് പറ്റണത്. അപ്പോൾ നിങ്ങൾ ഇത് തന്നെ ബേസ് ചെയ്യാം. അപ്പം ഞാൻ ഇന്ന് നിങ്ങളോട് പറയണത് വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ നമ്മളുടെ ജീവിതത്തിലെ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താ അറിയാമോ? ഇന്ന് നിങ്ങൾക്ക് എന്നോട് ഞാൻ പറഞ്ഞു വെച്ച് കഴിഞ്ഞാൽ, ഇന്നത്തെ ചലഞ്ച് എന്താ വെച്ച് കഴിഞ്ഞാൽ, ഇന്ന് നിങ്ങൾ എന്താ ചെയ്യേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ, നമ്മുടെയൊക്കെ ലൈഫിൽ ഒത്തിരി നല്ല മനുഷ്യരുണ്ട്. ആ നല്ല മനുഷ്യർ നമ്മുടെ ജീവിതത്തിൽ തന്നെ ആ നല്ല എക്സ്പീരിയൻസ് കൊണ്ടാണ് നമ്മൾ ഇന്ന് എന്തെങ്കിലുമൊക്കെ ആയിട്ടുള്ളത്. പക്ഷെ പലരെയും നമ്മൾ നമ്മുടെ ജീവിതത്തിൽ മറന്നുപോയിട്ടുണ്ട്. അപ്പം ഇന്ന് നിങ്ങൾ ഒന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തെ അത്രയധികം സപ്പോർട്ട് ചെയ്ത ആ ഒരു വ്യക്തി ആരാണ്. ആ ആളെ ഒന്ന് വിളിക്കുക, വിളിച്ചിട്ട് നിങ്ങൾ അവരോടൊന്ന് താങ്ക് യു പറയുക. അതാണ് ഇന്നത്തെ ചലഞ്ച്. ആദ്യമേ നിങ്ങളൊന്ന് കമൻറ്റ് ചെയ്യുക, നിങ്ങളുടെ ജീവിതത്തെ അത്രയും സപ്പോർട്ട് ചെയ്ത, ചിലപ്പോൾ ഒരു ഗുരുനാഥനാവാം, ചിലപ്പോൾ നിങ്ങളുടെ അമ്മയാവാം, ചിലപ്പോൾ അച്ഛനാവാം, ചിലപ്പോൾ നിങ്ങളുടെ ഒരു സഹോദരനാവാം, ചിലപ്പോൾ നിങ്ങളുടെ ഒരു ഫ്രണ്ടാവാം, ആരെങ്കിലുമൊക്കെ ആവാം. നമ്മളുടെ വിഷമഘട്ടങ്ങളിൽ ഒത്തിരി നമ്മളെ സഹായിച്ച പല മനുഷ്യരുണ്ട്. പക്ഷെ നമ്മളുടെ മനസ്സിൽ അവരോട് നന്ദിയുണ്ടോ? നമ്മൾ അവരെ വിളിച്ചിട്ട് പറഞ്ഞിട്ടുണ്ടോ, എൻ്റെ ജീവിതത്തിൽ എൻ്റെ ആ ഒരു സമയത്ത് നിങ്ങളുണ്ടായതാണ് എൻ്റെ ജീവിതത്തിൻ്റെ ഭാഗ്യം എന്ന് ഒരു നന്ദി എന്ന് പറയാൻ നമുക്ക് പറ്റിയിട്ടുണ്ടോ? അങ്ങനെ ആണെങ്കിൽ ഇപ്പം തന്നെ നിങ്ങൾ എന്ത് ചെയ്യുക, അത് പോയിട്ട് ചെയ്യുക. എന്നിട്ട് നിങ്ങൾ താഴെ വന്നിട്ട് ആ വ്യക്തിയുടെ പേരൊന്ന് കമൻറ്റ് ചെയ്യുക. പിന്നെ എന്താ ചെയ്യണ്ടേ, നമ്മൾക്ക് 7ാമത്തെ ദിവസമാണ്. ഇന്നും 5 പേജ് വായിക്കാം. അതാണ് നമ്മളുടെ ആ ഒരു 7th ഡേ ചലഞ്ച്. ഇനി ഈ ഒരു ചലഞ്ച് അടുത്ത 21 ഡേയ്സും കൂടി കണ്ടിന്യൂ ചെയ്യുക. കാരണം ഒരു 30 ദിവസം നിങ്ങളൊന്ന് വായിച്ചാൽ ഉറപ്പായിട്ടും നമ്മൾക്ക് 21 ദിവസമൊക്കെ നമ്മളിങ്ങനെ ആവർത്തിച്ച് വായിക്കില്ലേ, ഭയങ്കര വ്യത്യാസം വരും. പിന്നെ നമ്മുടെ ശീലമായിട്ട് മാറും, നമ്മുടെ ലൈഫിൽ ഭയങ്കര ചേഞ്ചസ് വരും. അപ്പം നിങ്ങൾക്ക് ഈ മാസത്തെ മാനിഫെസ്റ്റ് യുവർ ഡ്രീം ലൈഫിലേക്ക് ജോയിൻ ചെയ്യണം എന്നുണ്ടെങ്കിൽ ഈ കാണുന്ന നമ്പറിൽ വിളിച്ചോളൂ. അപ്പോൾ തന്നെ ഞാൻ എൻ്റെ ഡീറ്റെയിൽസ് ഒക്കെ തരാം. അപ്പം നിങ്ങളുടെ ലൈഫിൽ മാറ്റം വരുത്താൻ എളുപ്പമാണ് നിങ്ങൾ മനസ്സിലാക്കുക. കാര്യം എന്താണ്, നമ്മുടെ കോൺഷ്യസ് മൈൻഡിനെ ഒന്ന് മാറ്റിയെടുത്താലുണ്ടല്ലോ, നമ്മളുടെ കോൺഷ്യസ് മൈൻഡ് നമ്മൾ ബോധത്തോടെ കുറച്ച് കാര്യങ്ങളൊക്കെ ഒന്ന് പറഞ്ഞ് മനസ്സിലാക്കി സബ് കോൺഷ്യസിലേക്ക് കൊടുക്കാൻ തുടങ്ങിയ കാര്യം മാറും. അപ്പം നമ്മളുടെ ജീവിതത്തിൽ മാറ്റം വരണമെങ്കിൽ എന്ത് ചെയ്യണം, കോൺഷ്യസ് മൈൻഡിനെ നമ്മൾ എന്തിനു വേണ്ടി ഉപയോഗിക്കണം, പ്രസൻറ്റ് മൊമെൻറ്റിലേക്ക് നമ്മൾ യൂസ് ചെയ്യണം. ആ പ്രസൻറ്റ് മൊമെൻറ്റിലാണ് നമ്മുടെ ജീവിതം മുഴുവൻ ഇരിക്കുന്നത്. കാര്യം ഇന്നത്തെ ദിവസം മാത്രം, ഇന്നത്തെ ദിവസത്തിൻ്റെ പ്രാധാന്യം അനുസരിച്ച് ജീവിക്കുമ്പോഴാണ് ലൈഫിൽ മാറ്റം തന്നെ. പല ആൾക്കാരും എന്താ ചെയ്യണേ, നാളെ ചെയ്യാം, മറ്റന്നാൾ ചെയ്യാം, മറിച്ച് ചെയ്യാമെന്ന് പറഞ്ഞാൽ നമ്മളിങ്ങനെ മാറ്റി വെച്ചുകൊണ്ടിരിക്കും. ജീവിതം എന്ന് പറയുന്നത് ഇന്ന് മാത്രമുള്ളേ. അപ്പം ഇന്ന് നമ്മൾക്ക് എന്താണോ ചെയ്യാൻ പറ്റണത് അതങ്ങ് ചെയ്യണ ലെവലിലേക്ക് നമ്മൾ പോകണമെങ്കിൽ ലൈഫിൽ ഭയങ്കര വ്യത്യാസം മനസ്സിലാക്കുക. നമ്മളുടെ ജീവിതം നമുക്ക് ജീവിക്കാൻ പറ്റണമെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യം എന്താണ്, നമുക്ക് അകത്ത് സന്തോഷം ഉണ്ടാവണം, പുറത്ത് സന്തോഷം ഉണ്ടാവണം, നന്മ ചെയ്ത് ജീവിക്കണം. പിന്നെ നമ്മളെ ഡ്രീം ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെങ്കിൽ അതിനൊരു ഗോള് സെറ്റ് ചെയ്യണം, അതിലേക്ക് എല്ലാ ദിവസവും പണിയെടുക്കണം. പല പല കാര്യങ്ങൾ നമ്മൾ അതിൻ്റെ അകത്ത് ചെയ്യുകയും ചെയ്യണം. എങ്കിൽ മാത്രമേ നമ്മുടെ സബ് കോൺഷ്യസ് മൈൻഡിൽ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, ആ കാര്യങ്ങളൊക്കെ നമുക്ക് റിയാലിറ്റിയിൽ കൊണ്ടുവരാൻ പറ്റുള്ളൂ. അപ്പോൾ ഇതിന് വേണ്ടിയിട്ടുള്ള കുറേ ടൂൾസും ടെക്നിക്സും ഉണ്ട്. ഇതൊക്കെ നമ്മൾ ചെയ്യുമ്പോഴാണ്, നമ്മൾ ചെയ്യണ പ്രവൃത്തിയുടെ ഒപ്പം ഇതും കൂടി ചെയ്യുമ്പോഴാണ് നമ്മളുടെ ആ ഒരു റിയാലിറ്റിയിലെ നമ്മൾ ആഗ്രഹിക്കുന്ന വീട്, നമ്മളുടെ സ്വപ്ന കാറ്, നമ്മളുടെ ആ ഒരു ഡ്രീം കരിയർ, ഇതൊക്കെ നമുക്ക് കൊണ്ടുവരാൻ പറ്റുക. അല്ലെങ്കിൽ ബിസിനസ്സൊക്കെ. ഇന്ന് എനിക്കൊരു സ്റ്റുഡൻറ്റിൻ്റെ, എൻ്റെ ഈ മാനിഫെസ്റ്റ് യുവർ ഡ്രീം ലൈഫിൽ വന്നൊരു സ്റ്റുഡൻറ്റിൻ്റെ ഒരു മെസ്സേജ് ഇങ്ങനെ വന്നേ, മാം ഞാൻ ഈ ക്ലാസ്സിൽ വന്നിട്ട് 2 ആഴ്ചയായുള്ളൂ, ഇപ്പം എനിക്ക് മനസ്സിലായി, എനിക്കിപ്പോൾ കുറേ ഐഡിയാസൊക്കെ വരാൻ തുടങ്ങി, ഞാനൊരു ഓൺലൈൻ ബിസിനസ് തുടങ്ങുകയാണ് മാം, എനിക്ക് വേണ്ടി പ്രാർത്ഥിക്കണം, എന്നെ അനുഗ്രഹിക്കണം എന്ന് പറഞ്ഞാൽ ഇന്നൊരു മെസ്സേജ് ഇങ്ങനെ ബേസ് ചെയ്ത് വന്നു. ഓരോ ദിവസവും എത്ര മനുഷ്യരാണെന്നറിയാമോ എന്നോട് പറയാ, മാമിനെ കണ്ടുകൊണ്ടാണ് ഞാൻ ഇന്ന് 1.5 ലക്ഷം രൂപ ഉണ്ടാക്കണത്, 1 ലക്ഷം രൂപ ഉണ്ടാക്കണത്, എനിക്ക് ഇന്ന് ജോലി കിട്ടിയത് അതുകൊണ്ടാണ്. എനിക്ക് ഇഷ്ടം പോലെ മനുഷ്യരുടെ കാര്യങ്ങൾ എവറി ഡേ കേൾക്കാറുണ്ട്. അപ്പം നിങ്ങളുടെ ലൈഫിലും അങ്ങനെ ഒരു മാറ്റം വേണം, നിങ്ങളുടെ ജീവിതത്തിലും ഒരു ഐശ്വര്യം വേണം, സമൃദ്ധി വേണം, നിങ്ങൾക്ക് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് ക്രിയേറ്റ് ചെയ്യണം എന്നുണ്ടെങ്കിൽ
ഉറപ്പായിട്ട് നിങ്ങൾ ഈ ക്ലാസ്സിൽ വന്നുള്ളൂ, ഞാൻ നിങ്ങളെ സഹായിക്കാം. അപ്പോൾ നമ്മൾക്ക് ജൂലൈ ബാച്ചിലേക്ക് അഡ്മിഷൻ ഇപ്പോൾ ഓപ്പൺ ആണ്. അപ്പോൾ എത്ര നെഗറ്റീവാന്ന് പറഞ്ഞാലും നിങ്ങളുടെ ലൈഫ് പോസിറ്റീവ് ആക്കാനായിട്ടുള്ള എല്ലാ പ്രാക്ടീസുകളും നമുക്ക് ഒരുമിച്ച് ചെയ്യാം. അപ്പം നിങ്ങൾക്ക് ഉറപ്പായിട്ടും നിങ്ങളുടെ ലൈഫ് അത്രയും മാറ്റാനായിട്ട് ഈ ക്ലാസ്സുകൾക്ക് അത്രയും പവറാണ് ഉള്ളത്. കാരണം വെച്ചാൽ അത്ര അധികം മനുഷ്യരുടെ കൂടെ ഇരുന്നിട്ട് നമ്മൾ ഈ പ്രാക്ടീസുകൾ ചെയ്യുന്നത്. അപ്പോൾ ഒരു ഭയങ്കര പവറാണ് നമ്മളെ സംബന്ധിച്ച്. ഭയങ്കര പോസിറ്റീവായിട്ടുള്ള കമ്മ്യൂണിറ്റിയുടെ കൂടെയൊക്കെ ഇരിക്കുമ്പോൾ, അതും 30 കൺട്രീസിലുള്ള സ്റ്റുഡൻസൊക്കെ ആയിട്ട് ഭയങ്കര രസമുള്ളൊരു ഗ്രൂപ്പുമാണ്. അപ്പം നിങ്ങൾക്ക് അങ്ങനെ ഒരു പോസിറ്റീവായിട്ടുള്ള ഒരു ഗ്രോത്ത് മൈൻഡ് സെറ്റുള്ള ആൾക്കാരുടെ കൂടെ നിങ്ങൾക്ക് യാത്ര ചെയ്യണം, നിങ്ങളുടെ ലൈഫ് നിങ്ങൾ ആഗ്രഹിക്കുന്ന ലൈഫ് ക്രിയേറ്റ് ചെയ്യണമെന്നുണ്ടെങ്കിൽ വന്നോളൂ. അപ്പോൾ എന്തായാലും മറക്കരുത്, നമ്മുടെ ജീവിതത്തിലെ ഏറ്റവും പ്രാധാന്യം എന്ന് പറഞ്ഞാൽ പണം മാത്രമല്ല, അംഗീകാരം മാത്രമല്ല, പദവി മാത്രമല്ല, നമ്മുടെ ലൈഫിലുള്ള നല്ല നല്ല മനുഷ്യരും കൂടിയാണ്. ആ നല്ല നല്ല മനുഷ്യർ നമ്മുടെ ജീവിതത്തിലുണ്ടെങ്കിൽ ലൈഫ് അടിപൊളിയാണ്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടമായെങ്കിൽ കമൻറ്റ് ചെയ്യാൻ മറക്കണ്ട. പിന്നെ ശുഭചിന്ത നൽകിയ വിസ്മയം വാങ്ങാനുള്ള ആൾക്കാർ ഈ കാണുന്ന നമ്പറിലൊന്ന് മെസ്സേജ് ചെയ്യുക, എന്നിട്ട് ഞാൻ അയച്ചു തരാം കേട്ടോ. 340 റുപ്പീസാണ്, കൊറിയർ അടക്കമാണ് ഞാൻ അയക്കുക. അപ്പോൾ എന്തായാലും ഇന്ത്യയിൽ എവിടെയാണെങ്കിലും നിങ്ങൾക്ക് ഓൾമോസ്റ്റ് ഈ ഒരു പ്രൈസിൽ തന്നെ അയച്ചു തരാം. പുറത്തേക്ക് ഉള്ളതിന് മാത്രം നിങ്ങളുടെ ആക്ച്വൽ കൊറിയറും കൂടി എക്സ്ട്രാ വരും. അപ്പോൾ എന്തായാലും നിങ്ങൾ ഒത്തിരി ആൾക്കാർ എൻ്റെ ബുക്കുകൾ വാങ്ങുന്നുണ്ട്, ഒത്തിരി അധികം നല്ല ഫീഡ്ബാക്കുകൾ തരുന്നുണ്ട്. എല്ലാവർക്കും ഒത്തിരി നന്ദി. താങ്ക് യു സോ മച്ച്. ലവ് യു ഓൾ.